സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ അടുത്തൊരു അടുത്തൊരു വീഡിയോ ഓണത്തിൻ്റെയാണ്. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉത്രാടപ്പാച്ചിലായി. ഓക്കെ, ഉത്രാടത്തിൻ്റെ അന്ന് ഉള്ള ഒരു വ്ളോഗാണ്. നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് കാവ മേടിച്ചിട്ട് അത് അരിഞ്ഞരിഞ്ഞ് ഇതേ ഷേപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തവണത്തെ ഓണം 2026 നമുക്ക് വീട്ടിൽ ഉപ്പേരി നമ്മൾ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചു. പുറത്തുനിന്ന് മേടിക്കുന്നില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. ഉപ്പേരി മാത്രമേ ഉള്ളൂ, ശർക്കര വരട്ടിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തുനിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ ഉപ്പേരി തിളച്ച എണ്ണയിൽ നിന്ന് ഇങ്ങനെ കോരി ഇതിനകത്തേക്ക് എണ്ണ വറ്റിക്കാനായിട്ട് ഇതുപോലത്തെ ഒരു സ്ട്രെയിനർ നമ്മളെടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഉപ്പേരിക്കകത്ത് ഇനി ഉപ്പ് വേണമല്ലോ, മെയിൻ കണ്ടൻറ്റ് അതല്ലേ. അപ്പോൾ അത് ഒന്ന് ഉപ്പിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ കറക്റ്റ് ചേരുവകൾ ഒന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അതനുസരിച്ച് ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ച് കൂടിയിരിക്കണം, എന്നാലാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, വറുത്ത് വന്നിട്ടുണ്ട് ഉപ്പേരി. അപ്പോൾ അതിനകത്ത് കുറച്ച് നമ്മൾ ഉപ്പിൻ്റെ വെള്ളം കുറച്ച് തൂളിയിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ വറ്റിയപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആ ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊരു കട്ടിയായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ചീനച്ചട്ടി വെച്ച് ഇങ്ങനെ ഓരോ പീസ് വെച്ച് ഇങ്ങനെ അടിക്കുമ്പം ചട്ടുകം വെച്ച് ഇങ്ങനെ തൊടുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടെ കട്ടിയായിട്ട് വരും. അപ്പോൾ അത് ഏകദേശം വെന്ത് കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എടുത്ത നമ്മൾ ആ അരിപ്പയിലേക്ക് ഇടണം. ഓക്കെ, എണ്ണയിൽ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഉപ്പേരി. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ഓണമൊക്കെ അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതേ നമ്മുടെ ഉപ്പേരി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതെ നമ്മളിതിപ്പം ഇതിനകത്തേക്ക് കോരിയിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എണ്ണയിൽ നിന്ന് അതെ നമ്മുടെ ഉപ്പേരികളെല്ലാം എടുത്ത് കോരിയിട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല മണമുണ്ട്, ഉപ്പേരിയുടെ ഒരു മണം ഇവിടെ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും കിടക്കുന്നുണ്ട്. നമുക്ക് കുറേയൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഒരു വലിയൊരു ജാറിനകത്ത് ഇട്ട് വയ്ക്കാനുള്ള അത്ര ഉപ്പേരി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വീട്ടിലുണ്ടാക്കണമെന്ന് ഈ വർഷം വീട്ടിലേതായാലും ഉണ്ടാക്കാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഏതായാലും ചെയ്തേക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ പാചകം ഏകദേശം കഴിയാറായി. മീൻസ് ഉപ്പേരിയുടെ ഉണ്ടാക്കുന്ന പാചകം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള മിച്ചമുള്ള ഉപ്പേരിയാണ് ഇനി ഇത് വറുക്കാനുള്ളത്. ഇവിടെ ഒരു സെറ്റ് നമ്മൾ എണ്ണ കളഞ്ഞിവിടെ ഉണക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? നല്ല മുരുമുരാന്ന് വന്നിട്ടുണ്ട്, നല്ല കട്ടിയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ ഇനി നാളെ അടുത്ത ദിവസം തിരുവോണമാണ്. അപ്പോൾ അതിനകത്തുള്ള അടുത്ത വീഡിയോസ് നെക്സ്റ്റ് വരുന്നതായിരിക്കും. ഓക്കെ, തിരുവോണത്തിന് പൂക്കളം നമ്മൾ വീട്ടിലിടുന്നുണ്ട്. സോ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിരിക്കും ഇനി അടുത്ത് വരുന്നത്. അതെ നമ്മുടെ ഉപ്പേരിയുടെ ഇപ്പോൾ ഓരോരോ സെറ്റ് ബൈ സെറ്റായിട്ട് നമ്മൾ എണ്ണ കളഞ്ഞ് അത് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നല്ല അടിപൊളി ഉപ്പേരിയാണ്, നല്ല ചൂടുള്ള ഉപ്പേരി. ഓക്കെ, അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന് നമ്മൾ ഏതായാലും നമ്മളൊരു ഉപ്പേരി ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അവന് നല്ല സ്വാദുണ്ടെന്ന് തോന്നുന്നു. കറുമുറ എന്ന് കടിച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഉപ്പേരി. ഓക്കെ, അപ്പോൾ ഇനി ഒരു ഉപ്പേരിയും കൂടെ കൊടുത്തേക്കാം. അവന് വിശന്നിരിക്കുന്നൊരു സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും അവനതേ അടുത്തൊരു ഉപ്പേരിയും കൂടെ കൊടുത്തേക്കാം. ഓക്കെ, അതാ കഴിച്ചോ. അവന് ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഏതായാലും ഒന്ന് എന്തേ വേണ്ടേ. അപ്പോൾ എങ്ങനെയാണ് മുറിച്ച് തരാം, ഒന്ന് മുറിച്ചിട്ട് കൊടുത്തേക്കാം. ഇതാ, അപ്പോൾ അവനും ഏതായാലും ഉപ്പേരി ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും തിരുവോണ ആശംസകൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മുടെ വീട്ടിലെ പൂക്കളമിടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പം അത് അടുത്ത് തന്നെ വന്നെയായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.